ഇപ്പം ഒന്ന് അപ്പൂന് ടിഫിൻ കാരിയറിൽ കൊടുത്തു വിടാനായിട്ടും സ്നാക്സ് ബോക്സിലേക്കൊക്കെ ആയിട്ട് ഞാൻ 2 വറവുണ്ടാക്കുകയാണ്. അപ്പോൾ അതൊന്ന് പൊട്ടറ്റോ വറവും ഒന്ന് നമ്മുടെ വഴുതനങ്ങ ബ്രിഞ്ചാളിൻ്റെ വറവുമാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പൊട്ടറ്റോ വറവിനായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി എല്ലാതും ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു സ്വല്പം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നന്നായി അരച്ചത് ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം. അപ്പോൾ അതൊക്കെ ആയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കോൺഫ്ലവർ ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്നൊരു സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്കൊരു കുറച്ച് നേരത്തേക്കൊന്ന് വയ്ക്കാം, ഒരു 10-15 മിനിറ്റ് മതി. ഇനി വേറെ നമ്മൾ നമ്മുടെ വഴുതനങ്ങ അതിലേക്ക് ഇതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി സെയിം തന്നെ, കുരുമുളക് പൊടിയും കാശ്മീരി മുളക് പൊടി, അതുപോലെ ഗരം മസാല അതൊക്കെ ഒരു 1/4 ടീസ്പൂണോളം കേട്ടോ. ഒരു 2 വഴുതനങ്ങയാണ് വറുക്കണത് ഞാൻ. അപ്പോൾ അതിങ്ങനെ നന്നായി ആക്കിയിട്ട് ഒരു സ്വല്പം ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ഇതിൽ ഞാൻ കോൺഫ്ലവർ ഒന്നും ഇടുന്നില്ല, ഇതിങ്ങനെ കറിയിലേക്ക് വയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് ഇത് ഇനിയൊരു 10-20 മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ മറ്റത് വറുത്ത് വരുമ്പോഴേക്കും ഇതാവും. അപ്പോൾ കാലത്തൊരു പരാക്രമമാണല്ലോ, അപ്പോൾ നമുക്ക് ഇനി വറുക്കാൻ തുടങ്ങാം. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്തിട്ട് ആദ്യം തന്നെ നമുക്ക് പൊട്ടറ്റോ വറുത്തെടുക്കാം. അപ്പോൾ ഇന്നലെ ബിസ്ക്കറ്റ് കൊണ്ടുപോയിട്ട് ആൾക്ക് ഇഷ്ടമായിട്ടില്ല, ആൾ കഴിക്കാണ്ട് വന്നു. അപ്പോൾ ഇത് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ഒരു 2 എണ്ണത്തും കുറച്ച് പഴമൊക്കെ ആയിട്ട് പൊരിച്ചാണ്ട് കൊടുത്തു വിടാം. എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പെഷ്യൽ ചെയ്താലല്ലേ ഇവർ കഴിക്കുകയുള്ളൂ. പിന്നെ ഈത്തപ്പഴമുണ്ട്, അപ്പോൾ അതൊക്കെ ആയിട്ട് കഴിക്കട്ടെ. അപ്പോൾ ഇതിങ്ങനെ വറുത്ത് വയ്ക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് വറുത്ത് കോരി എടുത്തതിന് ശേഷം ഇതിൽ തന്നെ നമുക്ക് മറ്റതും വറുത്ത് കോരി മാറ്റാം. അപ്പോൾ ഈ കോൺഫ്ലവറൊക്കെ ചേർത്താൽ തന്നെ നല്ല സ്റ്റിഫായിട്ടിരുന്നോളും. അപ്പം തന്നെ അടച്ച് വയ്ക്കണമെന്നുള്ളൂ, നമ്മൾ തണുപ്പിക്കാൻ വയ്ക്കരുത്. നല്ല അത്യാവശ്യം നൈസായിട്ട് തന്നെ അരിഞ്ഞാൽ മതി കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അധികം ഇതാണ് ഇപ്പം ഇന്ന് ഞാൻ അപ്പൂന് കൊടുത്തു വിടുന്നത്. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ തന്നെ ഞാനിപ്പോൾ വഴുതനങ്ങ വറുത്തെടുക്കാൻ. ഇത് നമ്മുടെ പൊട്ടറ്റോ വറുത്താണ്. മാറി മാറി നമ്മളങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിന് സ്വല്പം കളറ് കൂടിപ്പോയി, ഇത്രയേ വേണ്ടു കേട്ടോ. നമ്മളൊന്ന് തീയൻ്റെ ഇത്തിരി കൂടിപ്പോയി, അതുണ്ടായത്. അപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്കതും വറുത്തെടുക്കാം. ഇതാണ് 2 വറവുകൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.